Hello everyone. ഇത് NCERT Class 12 കെമിസ്ട്രിയിലെ യൂണിറ്റ് 1 ആയ സോളിഡ് സ്റ്റേറ്റിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സും ക്രിസ്റ്റൽ ലാറ്റിസസ് ആൻഡ് യൂണിറ്റ് സെൽസും നമ്മൾ കവർ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ പാക്കിംഗ് ഓഫ് സോളിഡ്സ് പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ്. നമ്മുടെ ഡെയിലി ലൈഫിൽ പല സാധനങ്ങൾക്കും എന്തെങ്കിലും ഒരു പാറ്റേൺ ഉള്ളതായിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ, ഇത് ഹണി കോമ്പിൻ്റെ സ്ട്രക്ചറാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേ ഹെക്സഗണൽ ഷേപ്പാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ ചോക്ലേറ്റ്. ഇവിടെ സ്ക്വയർ പീസസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കെമിസ്ട്രിയിൽ ആറ്റംസും അതിൻ്റെ ക്രിസ്റ്റലൈൻ ഫോം അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഫോമിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ ക്ലോസ് പാക്കിംഗ് ഇൻ 1 dimension, 2 dimension ആൻഡ് 3 dimensionനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. നമുക്കറിയാം ആറ്റംസ് സ്പെറിക്കൽ ഷേപ്പിലാണെന്ന്. അതുകൊണ്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായി നമ്മൾ സ്പെറിക്കൽ ബോൾസ് അല്ലെങ്കിൽ സ്പിയേഴ്സിൻ്റെ എക്സാമ്പിൾ വെച്ചാണ് ക്ലോസ് പാക്കിംഗ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളിവിടെ ഒരേ ടൈപ്പ് ഓഫ് ആറ്റംസിൻ്റെ പാക്കിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്പിയേഴ്സിൻ്റെ എല്ലാം സൈസ് ഒരുപോലെ ആയിരിക്കും. ഇനി ഓരോ ഡയമെൻഷനിലും ക്ലോസ് പാക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ക്ലോസ് പാക്കിംഗ് ഇൻ 1 dimension. 1 dimensionൽ നമ്മൾ സ്പിയേഴ്സ് ഒരൊറ്റ ലെയറിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അത് ഹൊറിസോണ്ടൽ ആവാം, വെർട്ടിക്കൽ ആവാം. നമ്മൾ സ്കൂളിൽ അസംബ്ലി ലൈനിൽ നിൽക്കുന്ന പോലെ. ഇനി എല്ലാ ക്ലോസ് പാക്കിങ്ങിനും അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. Coordination number is defined as the number of atoms or ions immediately surrounding a central atom in a complex crystal. അതായത് ഈ ഒരു സ്പിയർ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് മറ്റെത്ര സ്പിയേഴ്സുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ മറ്റ് 2 സ്പിയേഴ്സുമായിട്ടാണ് കോണ്ടാക്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ 2 ആണ്. നമുക്കൊരു ഡൗട്ട് വന്നേക്കാം, ഈ അറ്റത്തുള്ള സ്പിയർ ആണ് കൺസിഡർ ചെയ്തെങ്കിലോ? അതിനൊരു സ്പിയറായിട്ട് മാത്രമാണ് കോണ്ടാക്റ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മാത്രം കോർഡിനേഷൻ നമ്പർ 1 ആകുമോ? എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഇൻറ്റീരിയർ ആറ്റംസ് അല്ലെങ്കിൽ ഇൻറ്റീരിയറിലുള്ള പാർട്ടിക്കിൾസിനെ കൺസിഡർ ചെയ്താണ് പറയുന്നത്. എല്ലാ കേസിലും സർഫസിലുള്ള ആറ്റംസിൻ്റെ പ്രോപ്പർട്ടീസ് ഇൻറ്റീരിയറിലുള്ള ആറ്റംസിൻ്റെ പ്രോപ്പർട്ടീസുമായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ കോർഡിനേഷൻ നമ്പർ നമ്മൾ സെൻറ്റർ ആറ്റം അല്ലെങ്കിൽ ഇൻറ്റീരിയറിലുള്ള പാർട്ടിക്കിൾസിനെ അതിനെ റിഗാർഡിംഗ് ആയിട്ടാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ 2 ആണ്. ഈ ഒരു രീതിയിൽ ഒറ്റ ലെയറിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ 1D ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimension. ഇത് 2 രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കേസിൽ രണ്ടാമത്തെ ലെയർ ആദ്യത്തെ ലെയറിനോട് ഐഡൻറ്റിക്കലായിട്ട് പ്ലേസ് ചെയ്യുക. അപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു സ്ട്രക്ചർ കിട്ടും. എല്ലാ ലെയേഴ്സും ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് എ പാറ്റേൺ എന്ന് വിളിക്കാം. ഇനി നമുക്ക് കോർഡിനേഷൻ നമ്പർ എത്രയാണെന്ന് നോക്കാം. ഈ സ്പിയർ കൺസിഡർ ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള 4 സ്പിയേഴ്സുമായിട്ടാണ് കോണ്ടാക്റ്റ്. അപ്പോൾ അതിന് കോർഡിനേഷൻ നമ്പർ 4 ആണ്. ഈ സ്പിയേഴ്സിൻ്റെ സെൻറ്റേഴ്സ് ജോയിൻ ചെയ്തപ്പോൾ നമുക്കൊരു സ്ക്വയർ ഷേപ്പാണല്ലോ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്നാണ് വിളിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു ക്ലോസ് പാക്കിങ്ങും 2Dയിൽ സാധ്യമാണ്. അതെന്താണെന്ന് നോക്കാം. ആദ്യത്തെ ലെയറിന് ഐഡൻറ്റിക്കൽ അല്ലാണ്ട് നമ്മൾ രണ്ടാമത്തെ ലെയർ വെക്കുമ്പോൾ, അതായത് ആദ്യത്തെ ലെയറിന് ഡിപ്രഷനിൽ രണ്ടാമത്തെ ലെയർ വെക്കുമ്പോൾ ഈ ഒരു ടൈപ്പ് പാറ്റേൺ കിട്ടുന്നു. ഇവിടെ നോക്കുമ്പോൾ ആദ്യത്തെ ലെയറും മൂന്നാമത്തെ ലെയറും ഐഡൻറ്റിക്കലാണ്. അതിന് നമുക്ക് എ പാറ്റേൺ എന്നും രണ്ടാമത്തെ ലെയറും നാലാമത്തെ ലെയറും ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് ബി എന്നും വിളിക്കാം. അങ്ങനെ എ ബി എന്നാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. ഇനി നമുക്ക് കോർഡിനേഷൻ നമ്പർ എത്രയാണെന്ന് നോക്കാം. ഈ ഒരു സ്പിയർ കൺസിഡർ ചെയ്യുക. ഇതിന് ചുറ്റും സ്പിയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. ഈ 6 സ്പിയേഴ്സിനെ സെൻറ്റേഴ്സ് ജോയിൻ ചെയ്തപ്പോൾ നമുക്കൊരു ഹെക്സഗൺ ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പാറ്റേണിന് നമ്മൾ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്നാണ് വിളിക്കുന്നത്. ക്ലോസ് പാക്കിംഗ് ഇൻ 3 dimension. ഇത് 2 രീതിയിലുണ്ട്. 3D ക്ലോസ് പാക്കിംഗ് ഫ്രം 2D സ്ക്വയർ ക്ലോസ് പാക്ഡ് സ്ട്രക്ചറും 3D ക്ലോസ് പാക്കിംഗ് ഫ്രം 2D ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ.
ആദ്യം നമുക്ക് 2D സ്ക്വയർ ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിൽ നിന്ന് എങ്ങനെയാണ് 3D ക്ലോസ് പാക്കിംഗ് ഉണ്ടാവുന്നതെന്ന് ഡിസ്കസ് ചെയ്യാം. ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻ. ഇവിടെ കൊടുത്തിരിക്കുന്നത് 2D സ്ക്വയർ ക്ലോസ് പാക്ഡ് സ്ട്രക്ചറാണ്. ഇനി ഇതിൻ്റെ 3D പാക്കിംഗ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ടാമത്തെ ലെയർ ഈ പർട്ടിക്കുലർ ലെയറിൻ്റെ തൊട്ട് മുകളിലായിട്ട് പ്ലേസ് ചെയ്യണം. അടുത്ത ലെയർ അതിൻ്റെ മുകളിലും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചറിൽ എല്ലാ ലെയേഴ്സിൻ്റെയും സ്പിയേഴ്സും കോയിൻസൈഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. 3Dയിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലൊരു സ്ട്രക്ചർ ആയിരിക്കും ലഭിക്കുന്നത്. ആദ്യത്തെ ലെയറിനെ നമ്മൾ എ ടൈപ്പ് എന്ന് വിളിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഈ ലാറ്റിസിനെ എ ടൈപ്പ് എന്ന് വിളിക്കാം. മാത്രമല്ല ഇതിൻ്റെ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. ഇനി ഇതിലൊരു സ്പിയറിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റും ടോട്ടൽ 12 സ്പിയേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. എ ടൈപ്പ് പാറ്റേൺ. ഇങ്ങനത്തെ അറേഞ്ച്മെൻറ്റിനെ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 3D ക്ലോസ് പാക്കിംഗ് ഫ്രം 2D ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിൻ്റെ ആദ്യത്തെ ലെയറാണ്. നമുക്കതിനെ എ എന്ന് വിളിക്കാം. ഇവിടെ കുറേ എംപ്റ്റി സ്പേസസ് കാണുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ വോയിഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ 2 ടൈപ്പ് ഓഫ് വോയിഡ്സ് ഉണ്ട്, യെല്ലോ കളറിലുള്ളതും പിങ്ക് കളറിലുള്ളതും. യെല്ലോ ട്രയാങ്കിൾസിൻ്റെയൊക്കെ കൂർത്ത വശം താഴേക്കും പിങ്ക് കളറിൻ്റെയൊക്കെ പോയിൻറ്റഡ് ആയിട്ടുള്ളത് മുകളിലേക്കുമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ ഇതിൻ്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്യാം. രണ്ടാമത്തെ ലെയർ ആദ്യത്തെ ലെയറിലേക്കാളും ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കതിനെ ബി എന്ന് വിളിക്കാം. ഇനി ബി ലെയർ വന്നപ്പോൾ യെല്ലോ കളർ വോയിഡ്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്, എന്നാൽ പിങ്ക് കളർ വോയിഡ്സ് ഇപ്പോഴും റിമെയിൻ ചെയ്യുന്നു. ഈ യെല്ലോ കളർ വോയിഡ്സിനെ നമ്മൾ ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് വിളിക്കുന്നു. കാരണം എന്തെന്നാൽ താഴത്തെ 3 സ്പിയറും മുകളിലത്തെ 1 സ്പിയറുമാണ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ 4 സ്പിയേഴ്സിൻ്റെ സെൻറ്റേഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ടെട്രാഹെഡ്രനാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു വോയിഡ് ഉണ്ട്, ഒക്ടാഹെഡ്രൽ വോയിഡ്. താഴത്തെ 3 സ്പിയറും മുകളിലത്തെ 3 സ്പിയറുമാണ് ഒരു ഒക്ടാഹെഡ്രൽ വോയിഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ 6 സ്പിയേഴ്സിൻ്റെ സെൻറ്റർ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഒക്ടാഹെഡ്രനാണ്. അതുകൊണ്ടാണ് അതിനെ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ പ്ലേസ് ചെയ്യണം. അത് 2 രീതിയിൽ പ്ലേസ് ചെയ്യാം. ടെട്രാഹെഡ്രൽ വോയിഡ്സിനെ കവർ ചെയ്തുകൊണ്ടും ഒക്ടാഹെഡ്രൽ വോയിഡ്സിനെ കവർ ചെയ്തുകൊണ്ടും. 2 രീതിയിൽ ചെയ്യുമ്പം 2 ടൈപ്പ് ക്ലോസ് പാക്കിംഗ് ആണ് ലഭിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഇനി നോക്കാം. ആദ്യത്തെ കേസിൽ നമ്മൾ ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. ഇത് ആദ്യത്തെ ലെയറാണ് എ, രണ്ടാമത്തെ ലെയർ ബി, മൂന്നാമത്തെ ലെയർ നമ്മൾ ടെട്രാഹെഡ്രൽ വോയിഡ്സ് കവർ ചെയ്തു. ഇപ്പോൾ കിട്ടിയ ലെയർ ആദ്യത്തെ ലെയറായ എയുമായിട്ട് ഐഡൻറ്റിക്കലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എ എന്ന് തന്നെ വിളിക്കാം. പക്ഷെ ഇപ്പം നോക്കേണ്ട ഒരു കാര്യം, ഈ പിങ്ക് കളറായിട്ടുണ്ടായിരുന്ന ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഇപ്പോഴും റിമെയിൻ ചെയ്യുന്നുണ്ട്. വീണ്ടും ലെയേഴ്സ് പ്ലേസ് ചെയ്യുമ്പം എ ബി എന്നൊരു പാറ്റേൺ ആയിരിക്കും ഇത് ഫോളോ ചെയ്യും. ആനിമേഷൻ വഴി നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ലെയർ 1, ലെയർ 2, ലെയർ 3, ലെയർ 4. ലെയർ 1ഉം ലെയർ 3യും ഐഡൻറ്റിക്കലാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എ എന്നും, ലെയർ 2, ലെയർ 4 ഐഡൻറ്റിക്കലാണ്, അതിനെ ബി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു പാറ്റേണിനെ എ ബി പാറ്റേൺ എന്ന് വിളിക്കാം. ഈ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റിനെയാണ് ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് HCP സ്ട്രക്ചർ എന്ന് പറയുന്നത്. മാഗ്നീഷ്യം, സിങ്ക് ഒക്കെ ക്രിസ്റ്റലൈൻ ഫോമിൽ ഈ ഒരു പാറ്റേണിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് കേസ് കവറിംഗ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. ആദ്യത്തെ ലെയർ എ, രണ്ടാമത്തെ ലെയർ ബി, മൂന്നാമത്തെ ലെയർ നമ്മൾ ഒക്ടാഹെഡ്രൽ വോയിഡ്സിനെ തൊട്ട് മുകളിലായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. ഈ ലെയർ ആദ്യത്തെ 2 ലെയറിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതിന് നമുക്ക് സി എന്ന് വിളിക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വോയിഡ്സ് എല്ലാം കവർ ആയിട്ടുണ്ട്. അടുത്ത ലെയർ വരുമ്പോൾ അത് എക്ക് സിമിലർ ആയിട്ടൊരു ലെയർ ആയിരിക്കും വരും. നമുക്കിനി ആനിമേഷൻ കണ്ടു നോക്കാം. ലെയർ 1, ലെയർ 2, ലെയർ 3. ലെയർ 4 ലെയർ 1നോട് ഐഡൻറ്റിക്കലാണ്. എ ബി സി എ.
ഇതിന് മുകളിലായിട്ട് ലെയേഴ്സ് വരുമ്പം ABC എന്നൊരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ ABC ടൈപ്പ് പാറ്റേൺ എന്ന് വിളിക്കാം. ഈ ടൈപ്പ് ഓഫ് ക്ലോസ് പാക്കിങ്ങിന് ക്യൂബിക് ക്ലോസ് പാക്ഡ് CCP ഓർ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് FCC സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. കോപ്പറും സിൽവറും ക്രിസ്റ്റലൈൻ ഫോമിൽ ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് ടെട്രാഹെഡ്രൽ വോയിഡ്സിൻ്റെയും ഒക്ടാഹെഡ്രൽ വോയിഡ്സിൻ്റെയും കുറച്ച് ഫാക്ട്സ് നോക്കാം. റേഡിയസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് സ്പെറിക്കൽ പാർട്ടിക്കിൾ R ആണെങ്കിൽ ആ സ്പിയേഴ്സ് കാരണം ജനറേറ്റഡ് ആയ ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ റേഡിയസ് 0.225 R ആയിരിക്കും. അതുമൂലം ജനറേറ്റഡ് ആയ ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ റേഡിയസ് 0.414 R ആണ്. ഇനി നമുക്കിതിൻ്റെ കോർഡിനേഷൻ നമ്പർ നോക്കാം. ഒരു ടെട്രാഹെഡ്രൽ വോയിഡിൻ്റെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. കാരണം ആദ്യത്തെ ലെയറിൻ്റെ 3 സ്പിയേഴ്സും മുകളിലത്തെ ലെയറിൻ്റെ ഒരു സ്പിയറും കൂടിയാണ് ഒരു ടെട്രാഹെഡ്രൽ വോയിഡ് ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ 4 സ്പിയറുമായിട്ട് ഒരു ടെട്രാഹെഡ്രൽ വോയിഡിന് കോണ്ടാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ കേസിൽ അത് 6 ആണ്. താഴത്തെ ലെയറിൻ്റെ 3 സ്പിയറും മുകളിലത്തെ 3 സ്പിയറും അങ്ങനെ ടോട്ടൽ 6 സ്പിയറുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. ഇനി നമ്പർ ഓഫ് ക്ലോസ് പാക്ഡ് സ്പിയേഴ്സ് N ആണെങ്കിൽ അതിൽ നിന്ന് ജനറേറ്റഡ് ആയിട്ടുള്ള ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ എണ്ണം N-ഉം ടെട്രാഹെഡ്രലിൻ്റെ വോയിഡിൻ്റെ എണ്ണം അതിന് ഡബിളുമായിരിക്കും, 2 times N. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആദ്യത്തെ ഒരു ലെയർ കൊണ്ട് തന്നെ ജനറേറ്റഡ് ആവുന്നുണ്ട്. എന്നാൽ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ 2 ടെട്രാഹെഡ്രൽസ് കൂടിയാലേ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും ടെട്രാഹെഡ്രൽ വോയിഡിൻ്റെ എണ്ണം ഒക്ടാഹെഡ്രലിനേക്കാളും ഡബിൾ ആയിരിക്കും. അടുത്തതായി നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസിനെ പറ്റി നോക്കാം. അതിനായി 2 ബോക്സ് കൺസിഡർ ചെയ്യാം. ആദ്യത്തെ ബോക്സിൽ 5 ക്യൂബ്സ് ഉണ്ട്. പക്ഷെ അവർ ചിട്ടയോടെ അല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയ്ക്കിടയിൽ ഒരുപാട് എംപ്റ്റി സ്പേസസ് ഉണ്ട്. രണ്ടാമത്തെ കേസിൽ വളരെ ചിട്ടയോട് കൂടിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് ക്യൂബ്സ് ആ ബോക്സിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല എംപ്റ്റി സ്പേസിൻ്റെ എമൗണ്ടും കുറവാണ്. അപ്പോൾ ആദ്യത്തെ ബോക്സിനെ നമുക്ക് ലെസ് എഫിഷ്യൻ്റ് ആയിട്ട് പാക്ക് ചെയ്തെന്നും രണ്ടാമത്തെ ബോക്സിനെ മോർ എഫിഷ്യൻ്റ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നതെന്നും പറയാൻ സാധിക്കുന്നു. പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. The percentage of space occupied by constituent particles packed inside the lattice. ഇത് ആക്ച്വലി is ratio of 2 volumes. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് packing efficiency equals volume occupied by total number of sphere in the unit cell upon total volume of the unit cell into 100%. ഏറ്റവും നല്ല രീതിയിൽ പാർട്ടിക്കിൾസിനെ ഒക്കുപ്പൈ ചെയ്യുന്നതിൻ്റെ എല്ലാം പാക്കിംഗ് എഫിഷ്യൻസി കൂടുതൽ പെർസെൻറ്റേജ് ആയിരിക്കും. ഇനി നമുക്ക് ഇപ്പോൾ കണ്ട പല പാക്കിംഗ് സ്ട്രക്ചേഴ്സിൻ്റെയും എഫിഷ്യൻസി എത്രയാണെന്ന് നോക്കാം. ആദ്യമായി പാക്കിംഗ് എഫിഷ്യൻസി ഇൻ HCP ആൻഡ് CCP സ്ട്രക്ചേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിനൊരു യൂണിറ്റ് സെല്ല് കൺസിഡർ ചെയ്യുക. ഈ ഒരു ഫേസിൽ 3 സ്പിയേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷനിലേക്ക് നോക്കാം. യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജ് ലെങ്ത് A ആണ്, ഫേസ് ഡയഗണൽ B, പിന്നെ ഈ സ്പിയറിൻ്റെ റേഡിയസ് R. ആദ്യമായിട്ട് കൺസിഡർ ട്രയാങ്കിൾ ABC. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിന് ഹൈപ്പോടെന്യൂസ് AC ആണ്, B എന്ന വാല്യൂ. അപ്പം ഇതിന് നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അങ്ങനെ AC സ്ക്വയർ ഈക്വൽസ് BC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ എന്ന് കിട്ടും. ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം B ഈക്വൽ ടു √2A എന്ന് വാല്യൂ കിട്ടും. ഇനി നമുക്ക് ഇതിന് റേഡിയസുമായിട്ട് കോറിലേറ്റ് ചെയ്യണം. അത് നോക്കുകയാണെങ്കിൽ ഈ B എന്ന് പറയുന്നത് ആക്ച്വലി R പ്ലസ് 2R പ്ലസ് Rനോട് ഈക്വൽ ആണ്. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുമ്പം B ഈക്വൽ ടു 4R, അതായത് √2A എന്ന് കിട്ടും. അങ്ങനെ A ഈക്വൽസ് 2√2R എന്ന് നമുക്കിതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി CCP സ്ട്രക്ചറിൽ നമുക്കറിയാം ടോട്ടൽ 4 സ്പിയർ ഉണ്ട്. അതെങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു സ്പിയറിൻ്റെ വോളിയം 4/3 πr³ ആണ് നമുക്കറിയാം. അപ്പോൾ 4 സ്പിയറിൻ്റെ വോളിയം 4/3 πr³ മൾട്ടിപ്ലൈഡ് ബൈ 4. വോളിയം ഓഫ് ദ ക്യൂബ് സൈഡ് ക്യൂബാണ്, 2√2R ദ ഹോൾ ക്യൂബ്. ഇനി നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി അറിയാം, വോളിയം ഒക്കുപ്പൈഡ് ബൈ 4 സ്പിയേഴ്സ്. കാരണം ഈ ഒരു CCP സ്ട്രക്ചറിൽ ടോട്ടൽ 4 സ്പിയേഴ്സ് ആണ് ഉള്ളത്.
upon total volume of the unit cell into 100. അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് 74% എന്ന് കിട്ടും. അതായത് HCP അല്ലെങ്കിൽ CCP സ്ട്രക്ചറിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി 74% ആണ്. അടുത്തായി നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി ഇൻ BCC സ്ട്രക്ചർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ അതിൻ്റെ യൂണിറ്റ് സെല്ലാണ് 3 സ്പിയേഴ്സ് കൺസിഡർ ചെയ്യുക. കോർണറിലും പിന്നെ ബോഡി സെൻറ്ററിലും ഒരെണ്ണം. ഇതിൻ്റെ സെൽ യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജ് ലെങ്ത് A ആണ്, ഫേസ് ഡയഗണൽ B ആണ്, സ്പിയറിൻ്റെ റേഡിയസ് R ആണ്. ആദ്യമായി ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുക. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, B ആണ് ഹൈപ്പോടെന്യൂസ്. അപ്പോൾ പൈതഗോറസ് തിയറം വെച്ച് BC സ്ക്വയർ ഈക്വൽസ് AC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ എന്ന് എഴുതാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം B സ്ക്വയർ ഈക്വൽ ടു 2A സ്ക്വയർ എന്നും B ഈക്വൽ ടു √2A എന്നും കിട്ടും. അടുത്തതായിട്ട് ട്രയാങ്കിൾ EBC കൺസിഡർ ചെയ്യുക. ഇത് മറ്റൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, C ആണ് അതിൻ്റെ ഹൈപ്പോടെന്യൂസ്. അപ്പോൾ നമുക്ക് BE സ്ക്വയർ ഈക്വൽസ് EC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. C സ്ക്വയർ ഈക്വൽസ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ, അതായത് A സ്ക്വയർ പ്ലസ് 2A സ്ക്വയർ. ബീൻ്റെ വാല്യൂ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ C സ്ക്വയർ ഈക്വൽസ് 3A സ്ക്വയർ, C ഈക്വൽ ടു √3A എന്ന് കിട്ടും. ഇനി നമുക്കിതും സ്പിയറിൻ്റെ റേഡിയസുമായിട്ട് കോറിലേഷൻ ചെയ്ത് നോക്കാം. അപ്പം C എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു R പ്ലസ് 2R പ്ലസ് R. അങ്ങനെ ഈ √3A നമുക്ക് 4R ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ A ഈക്വൽ ടു 4R ബൈ √3 എന്ന് കിട്ടും. BCC സ്ട്രക്ചറിൽ ടോട്ടൽ 2 സ്പിയർ ആണുള്ളത്. അപ്പോൾ വോളിയം വിൽ ബി ഈക്വൽ ടു 2 × 4/3 πr³. ഇനി ക്യൂബിൻ്റെ വോളിയം 4R ബൈ √3 ദ ഹോൾ ക്യൂബാണ്. അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽസ് വോളിയം occupied by 2 spheres in the unit cell upon total volume of the unit cell into 100. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 68% എന്ന് കിട്ടും. ഒരു BCC സ്ട്രക്ചറിൽ BCC ക്ലോസ് പാക്കിങ്ങിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 68% ആണ്. അടുത്തതായി പാക്കിംഗ് എഫിഷ്യൻസി ഇൻ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് യൂണിറ്റ് സെൽ. 2 പാർട്ടിക്കിൾസ് കോർണറിലുണ്ട്. സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ ഇഫക്റ്റീവായിട്ട് ഒരു സ്പിയറേ ഉള്ളൂ. ഇതിൻ്റെ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് A ആണ്. നമുക്ക് റേഡിയസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ R പ്ലസ് R ആണെന്ന് മനസ്സിലാക്കാം. A ഈക്വൽ ടു 2R. വോളിയം ഓഫ് 1 സ്പിയർ ഇസ് 4/3 πr³. വോളിയം ഓഫ് ക്യൂബ് 2R ദ ഹോൾ ക്യൂബ്. ഈ വാല്യൂസ് പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 52.4% ആണ് സിമ്പിൾ ക്യൂബിക് ലാറ്റിസിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് കിട്ടും. അടുത്തതായിട്ട് കാൽക്കുലേഷൻസ് ഇൻവോൾവിങ് യൂണിറ്റ് സെൽ ഡയമെൻഷൻ. ഇവിടെ ഒരു ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കണം. D ഈക്വൽസ് ZM ബൈ A³NA. ഇവിടെ D എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ മെറ്റൽ, Z ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെൽ, M ഇസ് ദ മോളാർ മാസ്, A എന്ന് പറയുന്ന എഡ്ജ് ലെങ്ത് ഓഫ് എ യൂണിറ്റ് സെൽ, NA അവഗാഡ്രോ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ 6.022 × 10⁻23. നമുക്കിതിൻ്റെ ഡെറിവേഷൻ നോക്കാം. യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജ് ലെങ്ത് A ആവുമ്പം വോളിയം എന്ന് പറയുന്നത് A³ ആണ്. ഇനി മാസ് ഓഫ് ദ യൂണിറ്റ് സെൽ എന്ന് പറയുമ്പം എത്ര ആറ്റംസ് ഉണ്ട് അത് ഇൻറ്റു മാസ് ഓഫ് ഈച്ച് ആറ്റം. അപ്പം Z ഇൻറ്റു M. ഇനി ഈ സ്മോൾ m നമ്മൾ മോളാർ മാസിൻ്റെ ടേംസിൽ എഴുതാണ്. M ഈക്വൽ ടു ക്യാപിറ്റൽ M upon NA. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാസ് ഓഫ് യൂണിറ്റ് സെൽ ഈക്വൽസ് ZM upon NA എന്ന് കിട്ടും. അടുത്തത് ഡെൻസിറ്റി ഓഫ് ദി യൂണിറ്റ് സെൽ. അത് നമുക്കറിയാം മാസ് ഓഫ് ദ യൂണിറ്റ് സെൽ അപ്പോൺ വോളിയം ഓഫ് ദി യൂണിറ്റ് സെല്ലാണ്. ഈ മാസ് ഓഫ് ദ യൂണിറ്റ് സെൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് D ഈക്വൽസ് ZM ബൈ A³NA എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു വാല്യൂ ആണ് നമുക്കറിയാത്തതെങ്കിൽ ബാക്കിയുള്ള വാല്യൂസ് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്കറിയില്ലാത്ത ആ വാല്യൂ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് സമ്മറൈസ് ചെയ്യാം. ഈ വീഡിയോയിൽ ക്ലോസ് പാക്കിംഗ് ഓഫ് സോളിഡ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ. അതിൽ 3D ക്ലോസ് പാക്കിങ്ങിൽ നമ്മൾ 3 സെക്ഷൻസ് കണ്ടു. ആദ്യത്തത് സിമ്പിൾ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ആണ്. അവിടെ AAA പാറ്റേൺ ആണ്. രണ്ടാമത്തത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് HCP ABAB പാറ്റേൺ. അത് നമ്മൾ ടെട്രാഹെഡ്രൽ വോയിഡ്സ് കവർ ചെയ്തിട്ട് കിട്ടിയ ഒരു പാറ്റേൺ ആണ്. മൂന്നാമത്തത് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്, അത് ABC പാറ്റേൺ. ഇവിടെ നമ്മൾ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആണ് കവർ ചെയ്തത്. പിന്നീട് നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസിനെ പറ്റി പഠിച്ചു.
അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ വോളിയം ഒക്കുപ്പൈഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് സ്പിയേഴ്സ് ഇൻ ദ യൂണിറ്റ് സെൽ അപ്പോൾ ടോട്ടൽ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ ഇൻ 100. അതിൽ നോക്കിയപ്പോൾ HCP അഥവാ CCPക്കാണ് ഏറ്റവും കൂടുതൽ പാക്കിംഗ് എഫിഷ്യൻസി 74%. അതിൽ കുറവ് BCCക്കാണ് 68%. ഏറ്റവും ലീസ്റ്റ് ക്യൂബിക്കിനാണ് 52.4%. അടുത്ത വീഡിയോയിൽ ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സിനെ പറ്റിയായിരിക്കും ഡിസ്കസ് ചെയ്യുക. പാർട്ട് 3 ആയ പാക്കിംഗ് ഓഫ് സോളിഡ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സസ് കേൾക്കാനായിട്ട് സയൻസ് കാർട്ടൂൺ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.